ബൂഡാപെസ്റ്റിലെ ഫേമസ് മാർക്കറ്റ് ഹാൾ, നമ്മുടെ നാട്ടിലെ ചന്ത. അപ്പോ ഇത് സ്ഥിതി ചെയ്യുന്നത് ലിബർട്ടി ബ്രിഡ്ജിന്റെ തൊട്ടടുത്തായിട്ടാണ്. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും കിട്ടുന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ പ്രധാനപ്പെട്ട സംഭവം മറ്റൊന്നാണ്. കുപ്പിപ്പാട്ട പ്ലാസ്റ്റിക് എന്ന് വിചാരിക്കുമെങ്കിലും അത് മാത്രമൊന്നുമല്ല. ഈ പറഞ്ഞ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഒറ്റ കുഴപ്പമുള്ളൂ, ഏതെടുത്താലും 10 രൂപ എന്നൊന്നും അല്ല കണക്ക്. നല്ല വിലയായ എല്ലാത്തിനും. ഷോപ്പിങ്ങിൽ കമ്പമുള്ള ഒരു മനുഷ്യനും ഇതിനകത്ത് കയറിയാൽ പൈസ കളയാതെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം വളരെ കൺട്രോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സാധനം ഇതിനകത്ത് നിന്ന് ഞങ്ങൾ വാങ്ങിച്ചില്ല. ദൈവമേ, കയ്യിലെ കാശ് പോവാതെ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ച് നടന്നെങ്കിലും ഒരു സാധനം കണ്ടപ്പോ എന്റെ കൺട്രോൾ പോയി. ദേ ഈ മ്യൂസിക് ബോക്സ്, പല ഫേമസ് കാർട്ടൂണുകളുടെയും സിനിമകളുടെയും ഒക്കെ തീം മ്യൂസിക് ഉള്ള മ്യൂസിക് ബോക്സസ്. ഫ്രീ സാമ്പിൾസ് കിട്ടുന്നതായതുകൊണ്ട് വെറുതെ കളഞ്ഞില്ല. വൈനൊന്ന് രുചിച്ചു നോക്കി. കൊള്ളാം, നല്ല മധുരമുള്ള വൈനായിരുന്നു. മീറ്റിന്റെ ഒരു കലവറ. ദേ കണ്ടില്ലേ, ഡോങ്കി സോസേജ് എന്ന്. ഇതൊക്കെ ആരപ്പാ കഴിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. ഈ മീറ്റൊക്കെ ഉണ്ടെങ്കിലും ഇതിനിടയിൽ വൃത്തികെട്ട ഒരു കാഴ്ചയുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചോ, വേണമെങ്കിൽ പേടിക്കരുത് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയതാ, എന്നാലും അതൊരല്പം കടന്നുപോയി. അവരത് തമാശയാക്കിയാണ് കാണിച്ചതെങ്കിലും എനിക്ക് അത് മാത്രം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ജർമ്മനിയിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് എരിവും സ്പൈസസും ഒക്കെ നിറച്ചിട്ടുള്ള സോസേജസ് ആണ് ഇവിടെ കാണാൻ കിട്ടിയത്. മസാലക്കട, അതായത് കുക്കിങ്ങിന് ആവശ്യമായ എല്ലാ മസാലയും, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പല മസാലകളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. പുതിയ ഫ്രൂട്ട്സ് ഒക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഞാൻ ഈ കട കണ്ടപ്പോഴാണ് ഏറ്റവും സന്തോഷവതിയായത്. കാരണം ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫ്രൂട്ട്സ് എനിക്കിവിടെ കാണാൻ കിട്ടി. അതായത് ഈ ഡൂറിയൻ എന്ന് പറയുന്ന ഫ്രൂട്ടൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അത് ഈ കടയിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞ ഒരു സാധനം ഞങ്ങൾ ഇവിടെ കണ്ടെത്തി. ജർമ്മനിയിൽ ഞങ്ങൾ മിസ് ചെയ്ത കപ്പപ്പഴം, അതെ, തിരുവനന്തപുരംകാരുടെ സ്വന്തം കപ്പപ്പഴം ഞങ്ങൾ ഈ കടയിൽ കണ്ടെത്തി ഗൈസ്. പിന്നെ അങ്ങോട്ട് ഭക്ഷണത്തിന്റെ ഘോഷയാത്രയായിരുന്നു. എല്ലാം ഹംഗേറിയൻ ഡിഷസ് മാത്രം. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, ഹംഗേറിയൻ ഡിഷസ് എല്ലാം ഏതൊരു മലയാളിക്കും ഇഷ്ടപ്പെടും. കാരണം നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള നല്ല രസികൻ ഫുഡാണ് ഹംഗേറിയൻ ഫുഡ്. ഇവരുടെ ഈ ഭക്ഷണത്തിന്റെ ഒക്കെ സീക്രട്ടാണ് ഈ കാണുന്നത്. ഇവരുടെ വൈവിധ്യമാർന്ന മുളകുകൾ, അതും എരിവ് കൂടിയതും എരിവ് കുറഞ്ഞതും നിറം കൂടിയതും നിറം കുറഞ്ഞതും, അങ്ങനെ മുളകുകളുടെ സ്റ്റോളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ മാർക്കറ്റ് ഹാളിനകത്ത്. മാർക്കറ്റ് ഹാളിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ പുറത്തിറങ്ങിയാലും മുളക് എവിടെ നോക്കിയാലും കാണാം. എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, നമ്മൾ മലയാളികൾ അത്യാവശ്യം നല്ല രീതിയിൽ എരിവ് കഴിക്കുന്നവരാണെന്ന്. പക്ഷെ ഇവിടെ വന്നതോടെ ആ ചിന്തയെ മാറി. മുളകുകൾ കൊണ്ടുള്ള സോസും കെച്ചപ്പും അച്ചാറും, അങ്ങനെ മുളകിന്റെ കളി. ഇത്രയും മുളകുള്ളപ്പോ ഒരെണ്ണം വാങ്ങാതെ പോകുന്നത് മോശമല്ലേ? ഞങ്ങളും വാങ്ങിച്ചു ഒരെണ്ണം. അത് വെച്ചൊരു ഡിഷ് ഉണ്ടാക്കുമ്പോ അതും കാണിച്ചു തരാം.